നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുന്നു. ഇടുക്കിയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. ഇടുക്കി കുമളിയിൽ ശക്തമായ മഴ തുടരുകയാണ്. തോട് കരകവിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. മിനി, ദേവി, അക്ഷയ്, ദയാൻ കൃഷ്ണ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. 42 കുടുംബങ്ങളെ സമീപത്തുള്ള ഹോളിഡേ ഹോം ഡോർമെന്ററി ബിൽഡിംഗിലേക്കും മാറ്റി. കുമളി ചെളിമട ഭാഗത്തും ആനവിലാസം ശാസ്താനട ഭാഗത്തും വെള്ളം പൊങ്ങി. വണ്ടിപ്പെരിയാർ കക്കിക്കവല ആറ്റിൽ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയതോടുകൂടി ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 136 അടി മുകളിൽ എത്തി. അതേസമയം മുല്ലപ്പെരിയാർ ഷട്ടർ തുറക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു. 13 ഷട്ടറുകൾ രാവിലെ 8 മണിക്ക് തുറക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു. സെക്കൻഡിൽ 50,000 ഘനയടി വെള്ളം വരെ തുറന്നുവിടും. പെരിയാർ നദിയിൽ ജലനിരപ്പ് കുറവായതിനാലാണ് ഇത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. എന്നാൽ ജലനിരപ്പ് 137 അടിയായി ഉയർന്നു. അതിനിടെ ഇടുക്കി കല്ലാർ ഡാം തുറന്നു. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജലനിരപ്പ് പരമാവധിയിൽ എത്തുന്നതോടുകൂടി അണക്കെട്ടിലെ ഷട്ടറുകൾ തുറന്നു. അല്പം സമയം മുൻപാണ് ഷട്ടറുകൾ തുറന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഷട്ടറുകൾ തുറന്നത്. പരമാവധി 5000 ക്യൂസെക്സ് വരെ അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിട്ടേക്കും. പെരിയാർ നദിയുടെ ഇരുകരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെ 3 മണിക്ക് ഡാമിലെ ജലനിരപ്പ് 136 അടിയിലെത്തി. നിലവിൽ ജലനിരപ്പ് 137 അടി പിന്നിട്ട സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറന്ന് പരമാവധി 5000 ക്യൂസെക്സ് ജലം അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കാനായി തീരുമാനിച്ചത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനുള്ള ആവശ്യമായ മുൻകരുതൽ നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഇടുക്കി ഡാമിൽ വെള്ളം എത്തിക്കുന്നതിനുള്ള ഡൈവേർഷൻ അണക്കെട്ടായ കല്ലാർ ഡാമിൽ നിന്നും ജലം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. ഡാമിലെ ജലനിരപ്പ് 824.5 മീറ്റർ പിന്നിട്ട സാഹചര്യത്തിലാണ് നടപടി. 4 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ തുറന്ന് 160 ക്യുമെക്സ് ജലമാണ് ഒഴുക്കിവിട്ടത്. തുലാവർഷം ആരംഭിച്ചതിന് പിന്നാലെ ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. കുണ്ടാർ, അതുപോലെ തന്നെ തേർഡ് ക്യാമ്പ്, അതുപോലെ തന്നെ സന്യാസിയോട്, മുണ്ടിയേരുമ, തൂക്കുപാലം, താന്നിമൂട്, കല്ലാർ തുടങ്ങിയ ടൗണുകൾ വെള്ളത്തിനടിയിലായി. കുമളിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വീടുകളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലയിലാണ് യെല്ലോ അലർട്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും വരും മണിക്കൂറുകളിൽ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ് ഉള്ളത്. അടുത്ത 24 മണിക്കൂറിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഇടുക്കി നെടുങ്കണ്ടത്ത് ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നുണ്ട്. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. കുണ്ടാർ, തേർഡ് ക്യാമ്പ്, സന്യാസിയോട്, നേരത്തെ മുകളിൽ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ മുഴുവൻ ഉയർത്തി. 4 ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തി. 2018 പ്രളയകാലത്താണ് മുമ്പ് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും പൂർണ്ണമായി ഉയർത്തിയത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അതിശക്തമായ മഴവെള്ളപ്പാച്ചിൽ ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണി മുതൽ അതിശക്തമായ മഴയാണ് മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. പ്രളയ സാധ്യത മുന്നറിയിപ്പ് അടക്കമുള്ളവ നൽകിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. കാരണം മഴ അതിശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏത് നിമിഷവും ഈ കാലാവസ്ഥയുടെ ഗതി മറിയാനുള്ള സാധ്യതയുണ്ട്. അലേർട്ടുകൾ മാറാം. കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ മധ്യ വടക്കൻ ജില്ലയിലേക്ക് മഴ മാറിയിട്ടുണ്ട്. എന്നാൽ തെക്കൻ ജില്ലയിലെയും ഏത് നിമിഷവും മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്.